ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോശുവ അധ്യായം 6 ബൈബിൾ ക്വിസ്. ആരുടെ നിമിത്തമാണ് യെരിഹോവിനെ അടച്ച് ഉറപ്പാക്കിയിരുന്നത്? ഇസ്രായേൽ മക്കളുടെ നിമിത്തം. യെരിഹോവിനെ അടച്ച് ഉറപ്പാക്കിയിരുന്നത് എങ്ങനെ? ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. യഹോവ യോശുവയോട് എന്ത് 3 കാര്യങ്ങൾ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് കൽപ്പിച്ചു? യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും. ഇസ്രായേൽ മക്കളിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പട്ടണത്തെ 6 പ്രാവശ്യം ചുറ്റി നടക്കേണ്ടത്? ഇസ്രായേൽ മക്കളിൽ യോദ്ധാക്കളായ എല്ലാവരും. ആദ്യത്തെ 6 ദിവസങ്ങളിൽ ഇസ്രായേൽ മക്കളിൽ യോദ്ധാക്കളായ എല്ലാവരും എത്ര തവണ യെരിഹോ പട്ടണത്തെ ചുറ്റി നടക്കണം? ഒരു വട്ടം. ഇസ്രായേൽ മക്കളിൽ യോദ്ധാക്കളായ എല്ലാവരും യെരിഹോ പട്ടണത്തെ എത്ര ദിവസം ചുറ്റി നടക്കണം? 6 ദിവസം. യെരിഹോ പട്ടണത്തെ ചുറ്റി നടക്കുമ്പോൾ എത്ര പുരോഹിതന്മാർ പെട്ടകത്തിന് മുമ്പിൽ നടക്കണമായിരുന്നു? 7 പുരോഹിതന്മാർ. 7 പുരോഹിതന്മാർ എന്ത് പിടിച്ചുകൊണ്ടാണ് പെട്ടകത്തിന് മുമ്പിൽ നടക്കേണ്ടത്? ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട്. യോദ്ധാക്കൾ 7-ാം ദിവസം എത്ര തവണ യെരിഹോ പട്ടണത്തെ ചുറ്റണമായിരുന്നു? 7 പ്രാവശ്യം. ഏഴാം ദിവസം എന്ത് ചെയ്യണമായിരുന്നു? 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണമായിരുന്നു. 7-ാം ദിവസം ആട്ടിൻ കൊമ്പ് എങ്ങനെ ഊതണമായിരുന്നു? നീട്ടി ഊതണമായിരുന്നു. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് നീട്ടി ഊതുകയും കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും എന്ത് ചെയ്യണമായിരുന്നു? ഉച്ചത്തിൽ ആർപ്പിടണം. ആട്ടിൻ കൊമ്പ് നീട്ടി ഊതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ പട്ടണമതിൽ വീഴും. പട്ടണമതിൽ വീഴുമ്പോൾ ഇസ്രായേലിലെ ജനം ഓരോരുത്തൻ എന്ത് ചെയ്യണമായിരുന്നു? നേരെ കയറുകയും വേണം. യോശുവ പുരോഹിതന്മാരെ വിളിച്ച് എന്ത് നിർദ്ദേശമാണ് നൽകിയത്? നിയമപ്പെട്ടകം എടുപ്പീൻ. 7 പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു. യോശുവ ജനത്തോട് എന്താണ് ചെയ്യാൻ നിർദ്ദേശിച്ചത്?
നിങ്ങൾ ചെന്ന് പട്ടണത്തെ ചുറ്റി നടപ്പീൻ. ആരാണ് യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ നടക്കേണ്ടത്? ആയുധപാണികൾ. യോശുവ ജനത്തോട് പറഞ്ഞു തീർന്നപ്പോൾ ആർ യഹോവയുടെ മുമ്പാകെ നടന്ന് കാഹളം ഊതി. പുരോഹിതന്മാർ. 7 പുരോഹിതന്മാർ എന്താണ് പിടിച്ചത്? ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളം. 7 കാഹളം പിടിച്ചുകൊണ്ട് യഹോവയുടെ മുമ്പിൽ നടന്ന് കാഹളം ഊതിയ പുരോഹിതന്മാരുടെ പിന്നാലെ എന്താണ് ചെന്നത്? യഹോവയുടെ നിയമപെട്ടകം. ഇസ്രായേല്യർ എരിഹോയെ ചുറ്റി നടന്നത് ഏത് ക്രമത്തിലാണ്? ഏറ്റവും മുമ്പിൽ ആയുധപാണികൾ നടന്നു. അവർക്ക് പിന്നാലെ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് 7 പുരോഹിതന്മാർ നടന്നു. യഹോവയുടെ നിയമപെട്ടകം അവരുടെ പിന്നാലെ ചെന്നു. ശേഷമുള്ള കൂട്ടം പെട്ടകത്തിന്റെ പിന്നാലെ ചെന്നു. ഇങ്ങനെ അവർ കാഹളം ഊതിക്കൊണ്ട് നടന്നു. ജനത്തിന്റെ യാത്രയിൽ യോശുവ എന്താണ് കൽപ്പിച്ചത്? ആർപ്പിടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ ആർപ്പിടരുത്, ഒച്ച കേൾപ്പിക്കരുത്, വായിൽ നിന്ന് ഒരു വാക്കും പുറപ്പെടുകയും അരുത്. യഹോവയുടെ പെട്ടകം ഒരു പ്രാവശ്യം പട്ടണത്തെ ചുറ്റി നടന്നു. പിന്നെ അവർ എവിടേക്കാണ് പോയത്? പിന്നെ അവർ പാളയത്തിലേക്ക് വന്ന് പാളയത്തിൽ പാർത്തു. ആർപ്പിടരുത്, ഒച്ച കേൾപ്പിക്കരുത്, വായിൽ നിന്ന് ഒരു വാക്കും പുറപ്പെടരുത് എന്ന് യോശുവ അവരോട് കൽപ്പിച്ചിരുന്നു. എന്നുവരെ അവരുടെ വായിൽ നിന്ന് ഒരു വാക്കും പുറപ്പെടരുത്. ആർപ്പിടുവിൻ എന്ന് യോശുവ അവരോട് കൽപ്പിക്കുന്ന നാൾ വരെ. യഹോവയുടെ പെട്ടകം ഒരു പ്രാവശ്യം പട്ടണത്തെ ചുറ്റി നടന്നതിനു ശേഷം ജനങ്ങളും പെട്ടകവും എന്തു ചെയ്തു? അവർ പാളയത്തിലേക്ക് വന്ന് പാളയത്തിൽ പാർത്തു. യോശുവ 6:12 അനുസരിച്ച് യോശുവ എപ്പോൾ എഴുന്നേറ്റു? അതികാലത്ത്. പുരോഹിതന്മാർ അതികാലത്ത് എന്താണ് എടുത്തത്? യഹോവയുടെ പെട്ടകം. യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ആരാണ് നടന്നത്? ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് 7 പുരോഹിതന്മാർ. ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ നടന്ന 7 പുരോഹിതന്മാരുടെ മുമ്പിൽ ആരാണ് പോയത്? ആയുധപാണികൾ. യഹോവയുടെ പെട്ടകത്തിന്റെ പിന്നാലെ നടന്നത് ആരാണ്? ശേഷമുള്ള കൂട്ടം. രണ്ടാം ദിവസം ഇസ്രായേൽ മക്കൾ എന്തു ചെയ്തു?
പട്ടണത്തെ ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു. ഇസ്രായേൽ മക്കൾ എത്ര ദിവസം എരിഹോയെ ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് പാളയത്തിലേക്ക് മടങ്ങി? 6 ദിവസം. ഏഴാം ദിവസം ഇസ്രായേൽ മക്കൾ എപ്പോഴാണ് എഴുന്നേറ്റത്? അതികാലത്ത് അരുണോദയത്തെങ്കിൽ. ഏഴാം ദിവസം മാത്രം ഇസ്രായേൽ മക്കൾ എത്ര പ്രാവശ്യം പട്ടണത്തെ ചുറ്റി? 7 പ്രാവശ്യം. ഏഴാം ദിവസം ജനം പട്ടണത്തെ ചുറ്റിയത് എങ്ങനെയായിരുന്നു? ആ വിധത്തിൽ തന്നെ. ഏഴാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ യോശുവ ജനത്തോട് എന്താണ് പറഞ്ഞത്? ആർപ്പിടുവിൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. യഹോവയ്ക്ക് ശപഥാർപ്പിതമായിരിക്കുന്നതെന്ത്? യെരിഹോ പട്ടണവും അതിലുള്ളതൊക്കെയും. രാഹാബ് എന്ന വേശ്യയും അവളോടുകൂടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോടിരിക്കട്ടെ എന്ന് യോശുവ പറഞ്ഞത് എന്തുകൊണ്ടാണ്? യോശുവയും ഇസ്രായേൽ മക്കളും അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ. ജനം ശപഥാർപ്പിതമായ വസ്തുവൊന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളേണ്ടത് എന്തുകൊണ്ട്? ശപഥാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന്. യഹോവയ്ക്ക് വിശുദ്ധമായത് ഏതെല്ലാം? വെള്ളിയും പൊന്നും ഒക്കെയും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള പാത്രങ്ങളും. വെള്ളിയും പൊന്നും ഒക്കെയും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള പാത്രങ്ങളും എവിടെയാണ് ചേരേണ്ടത്? യഹോവയുടെ ഭണ്ഡാരത്തിൽ ചേരണം. പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ ജനം എന്തു ചെയ്തു? ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടു. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ പട്ടണമതിലിന് എന്തു സംഭവിച്ചു? മതിൽ വീണു. ജനം എങ്ങനെ പട്ടണം പിടിച്ചു? ജനം ഓരോരുത്തൻ നേരെ മുമ്പോട്ട് പട്ടണത്തിലേക്ക് കടന്ന് പട്ടണം പിടിച്ചു. പട്ടണത്തിലുള്ള എന്തിനെയെല്ലാം അവർ വാളിന്റെ വായ്ത്തലയാൽ അശേഷം സംഹരിച്ചു. പുരുഷൻ, സ്ത്രീ, ബാലൻ, വൃദ്ധൻ, ആട്, മാട്, കഴുത എന്നിങ്ങനെ പട്ടണത്തിലുള്ള സകലത്തെയും. രാഹാബിനെ പുറത്തു കൊണ്ടുവരുവാൻ യോശുവ ആരെയാണ് അയച്ചത്? രാജ്യത്തെ ഒറ്റുനോക്കിയ 2 പുരുഷന്മാരെ. രാജ്യം ഒറ്റുനോക്കിയ 2 പുരുഷന്മാരോട് യോശുവ നിർദ്ദേശിച്ച കാര്യങ്ങൾ എന്തായിരുന്നു?
വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് ആ സ്ത്രീയെയും അവൾക്കുള്ള സകലത്തെയും നിങ്ങൾ അവളോട് സത്യം ചെയ്തതുപോലെ പുറത്തു കൊണ്ടുവരുവിൻ. രാജ്യം ഒറ്റുനോക്കിയ 2 പുരുഷന്മാർ ഏതു പ്രായത്തിലുള്ളവർ ആയിരുന്നു? യൗവനക്കാർ. രാഹാബിന്റെ വീട്ടിൽ നിന്ന് ഒറ്റുനോക്കുകാർ ആരെയെല്ലാം പുറത്തു കൊണ്ടുവന്നു? രാഹാബിനെയും അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും അവൾക്കുള്ള സകലത്തെയും. ഒറ്റുനോക്കുകാർ രാഹാബിനെയും അവളുടെ എല്ലാ ചാർച്ചക്കാരെയും പുറത്തു കൊണ്ടുവന്ന് എവിടെ പാർപ്പിച്ചു? ഇസ്രയേൽ പാളയത്തിന് പുറത്ത്. ഇസ്രയേൽ മക്കൾ എരിഹോ പട്ടണവും അതിലുള്ളതൊക്കെയും എന്തു ചെയ്തു? തീ വച്ച് ചുട്ടുകളഞ്ഞു. ഇസ്രയേൽ മക്കൾ വെള്ളിയും പൊന്നും ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള പാത്രങ്ങളും എവിടെയാണ് വെച്ചത്? യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ വെച്ചു. യോശുവ ആരെയാണ് രക്ഷിച്ചത്? രാഹാബിനെയും അവളുടെ പിതൃഭവനത്തെയും അവൾക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ചു. യോശുവ രാഹാബിനെയും അവളുടെ പിതൃഭവനത്തെയും അവൾക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ചത് എന്തുകൊണ്ട്? യെരിഹോവിനെ ഒറ്റുനോക്കുവാൻ അയച്ച ദൂതന്മാരെ രാഹാബ് എന്ന വേശ്യ ഒളിപ്പിച്ചതുകൊണ്ട്. രാഹാബും അവളുടെ കുടുംബവും എത്ര കാലം ഇസ്രയേലിൽ പാർക്കുന്നു? ഇന്നുവരെയും. യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടവൻ. അവന് എന്ത് ശാപം വരുമെന്ന് യോശുവ ശപഥം ചെയ്തു? അവൻ അതിന്റെ അടിസ്ഥാനമിടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും. അതിന്റെ കതക് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും. യോശുവയോടുകൂടെ ഉണ്ടായിരുന്നതാര്? യഹോവ. ദേശത്ത് എല്ലായിടവും പരന്നത് എന്താണ്? യോശുവയുടെ കീർത്തി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.